ഹലോ ഗായ്സ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവോ എന്താ ഈ കലക്കണമെന്ന്? വേറെ ഒന്നുമല്ല, പനപ്പൊടി എടുക്കുക, കുറച്ച് വെള്ളത്തേക്ക് ഇടുക, അതാണ് ഈ കലക്കണത്. അപ്പോൾ ഈ പനപ്പൊടിയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് മുന്നേ കലക്കി വെച്ച പനപ്പൊടി ഊറി വന്നിട്ടുണ്ട്. അതിലുള്ള വെള്ളം കളയുക. അപ്പോൾ വെള്ളം കളഞ്ഞ് അടിയിൽ കിടക്കുന്ന സാധനം ഇതാ പനപ്പൊടി. പിന്നെ ഒരു പാത്രം എടുക്കുക, അതിക്ക് 4 ശർക്കര ഇടണം. എന്നിട്ട് ഗ്യാസ് കത്തിക്കുക, അതിൻ്റെ മുകളിലേക്ക് വെക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക. അപ്പോൾ നമ്മൾ ശർക്കര അടുപ്പത്ത് വയ്ക്കുക. അതിന് ശേഷം കുറച്ച് ഏലക്കായ എടുക്കുക, അത് ചറുക്കിയിടുക. അതിക്ക് കുറച്ച് പഞ്ചസാര എടുക്കുക, അതും ചറുക്കിയിടുക. എന്നിട്ട് അതൊന്ന് പൊടിച്ച് കൊണ്ടുവരിക. അപ്പം നമ്മുടെ ശർക്കര ഇവിടെ കിടന്ന് തിളക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഏലക്കായും പഞ്ചസാരയും പൊടിച്ച പൊടി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗായ്സ്. അതിന് ശേഷം കുറച്ച് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകണം. അമ്മയാണ് ഈ ചിരകണത്, ഞാനല്ല. പിന്നെ ഒരു ചട്ടി എടുക്കുക, അതിക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ച പന അത് ആ ചട്ടിക്ക് ഒഴിക്കുക. അത് അതിക്ക് ഒഴിച്ചതിന് ശേഷം അതിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക, കുറുകാനായിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് നിർത്തുന്നത് പനയിൽ വെള്ളം ഒഴിച്ച അവിടെ വരെ. അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കരപ്പാനി എടുത്ത് ഒഴിക്കണം. ശർക്കരപ്പാനി അമ്മയും കൂടി ആട്ടോ ഒഴിക്കണത്. അത് നന്നായിട്ട് മിക്സ് ഇറ്റ് വെൽ. അടുത്തത് നമ്മൾ അതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർക്കുക. അതിന് ശേഷം കുറച്ച് തേങ്ങ നമ്മൾ നേരത്തെ ചിരകി വെച്ചത് അതും ആഡ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ മിക്സ് ചെയ്യണം. അതിക്ക് ലേശം ഉപ്പിടുക. ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മൾ നേരെ ഗ്യാസ് കത്തിക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ചട്ടി എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇട്ട് ഇളക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് ജീരകം ഇടാൻ മറന്നുപോയി. അപ്പോൾ കുറച്ച് ചെറിയ ജീരകമാണ് ആഡ് ചെയ്യേണ്ടത്. ജീരകം ഓപ്ഷണലാണ്. ഞങ്ങൾക്ക് ജീരകം ഇഷ്ടമായതുകൊണ്ടാണ് ഞങ്ങൾ ജീരകം ഇട്ടത്. അല്ലെങ്കിൽ കുറച്ചല്ലാത്തൊരു ജീരകം കൈ വിടാതെ അങ്ങോട്ട്. ഈ ടൈമിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരുടെ നാട്ടിലും മഴ, ഇവിടെയൊക്കെ നല്ല മഴയാണ്. ഈ പന എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഞങ്ങൾ നിങ്ങളൊക്കെ ഈ പന കിട്ടുമ്പോൾ എന്താ ചെയ്യാറ് ഒന്ന് കമന്റ്. നമ്മുടെ പന ദാ അവിടെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോഴും അമ്മമ്മ ദാ അവിടെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പനയിലുള്ള വെള്ളമൊക്കെ കുറുകി വരികയാണ് കേട്ടോ. അത് അമ്മമ്മ ഇവിടെ ഇതാ പണ്ട് അവരൊക്കെ പന ഉണ്ടാക്കിയിരുന്ന കഥയൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്കിത് കുറച്ച് നേരം കൂടി ഇറക്കി വെച്ചതിന് ശേഷം വാങ്ങി വെച്ചതിന് ശേഷം ഇത് കുറച്ച് നേരം തണുക്കാൻ വെക്കേ. ഞങ്ങൾക്കിത് തണുക്കാൻ വെക്കാൻ നേരമില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇതെടുത്തു. ഞങ്ങൾ ആദ്യം ഇത് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി. ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോണത് അമ്മമ്മയാണ്. അമ്മമ്മ കഴിച്ചിട്ട് കണ്ടിട്ട് തന്നെ കൊതി വരുമെന്ന് പറയും. അതിൻ്റെ മുകളിലുള്ള ആ തേങ്ങയും ഒക്കെ കണ്ടിട്ട് അമ്മ അത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അമ്മമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഈ പന ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ രാത്രി ആർക്കും പിന്നെ ചോറൊന്നും വേണ്ടി വരില്ല. എല്ലാവരും അത് കഴിച്ച് വയറ് ഫുള്ളായിട്ടിരിക്കാവും. അപ്പോൾ അത് അമ്മമ്മ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം അമ്മേൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ആ ചൂടിലാണല്ലോ കഴിച്ചത്.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.